സൈനികരുടെ ത്യാഗങ്ങൾക്കുള്ള അംഗീകാരത്തിൻ്റെ പ്രകടനമെന്ന നിലയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വിശുദ്ധ നാടായ ജോർദാനിൽ തമ്പടിച്ചിരിക്കുന്ന ഫ്രഞ്ച് സൈനികർക്കൊപ്പം ക്രിസ്മസ് ആഘോഷിച്ചു. തങ്ങളുടെ സൈനികരുടെ, പ്രത്യേകിച്ച് വിദേശങ്ങളിൽ സേവനം ചെയ്യുന്നവരുടെ ക്ഷേമത്തോടുള്ള ഫ്രഞ്ച് സർക്കാരിൻ്റെ പ്രതിബദ്ധത എടുത്തു കാട്ടുന്നതിനു വേണ്ടിയാണ് മാക്രോൺ ജോർദാനിലെ ഫ്രഞ്ച് സൈനികരെ സന്ദർശിച്ചത്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള ഇസ്ലാമിക തീവ്രവാദികളുടെ വ്യാപനം തടയുന്നതിനു വേണ്ടി രൂപീകരിക്കപ്പെട്ട ഓപ്പറേഷൻ ചാമൽ എന്ന അന്താരാഷ്ട്ര സൈനിക സഖ്യത്തിൻ്റെ ഭാഗമായി ജോർദാനിൽ കഴിയുന്ന 350ഓളം ഫ്രഞ്ച് സൈനികർക്കൊപ്പം മാക്രോൺ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് സമയം ചെലവിടുകയായിരുന്നു. ഇവർക്കൊപ്പമാണ് മാക്രോൺ ക്രിസ്മസ് വിരുന്ന് നടത്തിയത്. ഇസ്ലാം മതം ഉപേക്ഷിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതിനെ തുടർന്ന് മതപീഡനം നേരിട്ട സുഡാൻ സ്വദേശികളായ ദമ്പതികളും അവരുടെ മക്കളും ഇത്തവണ അമേരിക്കയിൽ ക്രിസ്മസ് ആഘോഷിക്കും. നാദ, ഹമൂദ ദമ്പതികളും അവരുടെ മക്കളുമാണ് ഇത്തവണ അമേരിക്കയിൽ ക്രിസ്മസ് ആഘോഷത്തോടെ പുതുജീവിതത്തിലേക്ക് പ്രവേശിക്കുക. ഇസ്ലാം ഉപേക്ഷിച്ചതിനെ തുടർന്ന് സുഡാനിൽ ഇവർക്ക് നേരെ വധഭീഷണി ഉൾപ്പെടെയുണ്ടായി. യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചതിന് ശേഷം ദമ്പതികളുടെ വിവാഹം അസാധുവായി പ്രഖ്യാപിക്കുകയും വ്യഭിചാര കുറ്റം അവർക്ക് മേൽ ചുമത്തുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം വരെ സുഡാനിൽ ഉണ്ടായിരുന്നു. ക്രൈസ്തവ സന്നദ്ധ സംഘടനയായ അലയൻസ് ഡിഫെൻഡിംഗ് ഫ്രീഡമാണ് ഇരുവരെയും സുഡാനിലെ കോടതികളിൽ പ്രതിനിധീകരിച്ചത്. എന്നാൽ അവരുടെ ജീവന ഭീഷണിയുണ്ടെന്ന് വെളിപ്പെട്ടതിനെ തുടർന്ന് ഷായി ഫണ്ടിന്റെയും അംബാസിഡർ സർവീസസ് ഇന്റർനാഷണലിന്റെയും സഹായത്തോടു കൂടി കുടുംബത്തെ അമേരിക്കയിലേക്ക് മാറുവാൻ സഹായിക്കുകയായിരുന്നു. നന്മ മറഞ്ഞിരിക്കുകയാണെങ്കിലും അവ ശബ്ദമുണ്ടാക്കാതെ വളരുകയും അപ്രതീക്ഷിതമായി വർദ്ധിക്കുകയും സന്തോഷത്തിന്റെ സുഗന്ധം പരത്തുകയും ചെയ്യുന്നുവെന്ന് അനുസ്മരിപ്പിച്ച് മാർപ്പാപ്പ വത്തിക്കാനിലെ ജീവനക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പോൾ ആറാമൻ ഹാളിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിലാണ് മാർപ്പാപ്പ ഇപ്രകാരം പങ്കുവച്ചത്. കൃത്രിമമായ വിശ്വാസത്തെക്കാൾ കുഞ്ഞുങ്ങളെപ്പോലെ ചെറുതാകാനാണ് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് അനുസ്മരിപ്പിച്ചുകൊണ്ട് വത്തിക്കാൻ ജീവനക്കാരുടെ പ്രവർത്തനങ്ങൾക്ക് നന്ദി പറയുകയും അവർ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ശ്രേഷ്ഠമാണെന്നും മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് ഗാസയിലെ ഏക കത്തോലിക്ക ദേവാലയമായ ഹോളി ഫാമിലി ദേവാലയത്തിൽ അഭയം തേടിയിരിക്കുന്ന ക്രിസ്ത്യൻ യുവാവിൻ്റെ വെളിപ്പെടുത്തൽ മാധ്യമ ശ്രദ്ധ നേടുന്നു. യുദ്ധകാലത്തെ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു മാധ്യമത്തിന് അയച്ച കത്തിലൂടെയായിരുന്നു യുവാവിൻ്റെ വെളിപ്പെടുത്തൽ. യുദ്ധകാലത്തെ തങ്ങളുടെ ദുരന്ത ദൈനംദിന ജീവിതം എന്ന തലക്കെട്ടോടെയുള്ള കത്ത് സുഹൈൽ അബു ദാവൂദ് എന്ന 18-കാരനാണ് എഴുതിയത്. യുദ്ധം തുടങ്ങിയതിനു ശേഷം തൻ്റെ ജീവിതം ദുഃഖവും നിരാശയും ഭയവും നിറഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് ആരംഭിക്കുന്നത്. സാഹചര്യങ്ങൾ അപകടകരമായിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഭവനം വിട്ട് ദേവാലയത്തിലേക്ക് മാറി. ഞങ്ങളുടെ ദിനചര്യ വ്യത്യസ്തവും പ്രയാസകരവുമായി തീർന്നു. പ്രത്യേകിച്ച് രാത്രിയിൽ നമുക്ക് ചുറ്റും നിർത്താതെയുള്ള ക്രോസ് ഫയറിൻ്റെ വലിയ ശബ്ദങ്ങളും ബോംബുകളുടെ വലിയ ശബ്ദങ്ങളും കുതിച്ചുയരലും കേൾക്കുന്നുവെന്നും യുവാവ് എഴുതിയ കത്തിൽ പറയുന്നു. സംഘർഷങ്ങളും അന്ധകാരവും നിറഞ്ഞ ലോകത്തിന് ക്രിസ്തുവിൻ്റെ ജനനം പ്രകാശം പരത്തുന്നുവെന്ന് ഫ്രാൻസിസ് പാപ്പ പതിവ് പോലെ റോമൻ കുരിയ അംഗങ്ങൾക്ക് അനുവദിച്ച കൂടിക്കാഴ്ചയിലാണ് ക്രിസ്തുവിനെ അനുഗമിക്കാനുള്ള ക്ഷണം പാപ്പ ആവർത്തിച്ചത്. അക്രമങ്ങളും യുദ്ധങ്ങളും കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രതിഭാസങ്ങളും ദാരിദ്ര്യവും സഹനവും പട്ടിണിയും നിറഞ്ഞ ഒരു ലോകത്ത് ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള അറിയിപ്പ് നാം ശ്രദ്ധാപൂർവ്വം ശ്രവിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പാപ്പ ഉദ്ബോധിപ്പിച്ചു. ദുർബലമായ മാനവികതയുടെ പിള്ളത്തൊട്ടിലേക്കാണ് യേശു പിറന്നതെന്നും ദൈവികമായ ശൈലിയിൽ തൻ്റെ സാമീപ്യത്തിലൂടെയും സഹാനുഭൂതിയിലൂടെയും ആർദ്രതയിലൂടെയുമാണ് അവൻ പിതാവായ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് പകരുന്നതെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.